നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. ചികിത്സയിൽ തുടരുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാനാണ് അറിയിച്ചത്. ശ്വാസകോശ അണുബാധ കുറഞ്ഞുവെന്നും പോപ്പ് സഹപ്രവർത്തകരുമായി സംസാരിച്ചുവെന്നും വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മാർപ്പാപ്പയെ റോമിലെ ആശുപത്രിയിൽ എത്തിച്ചത്. 88 വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി വെള്ളിയാഴ്ചയാണ് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. റോമിലെ ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതേസമയം പോപ്പ് ഫ്രാൻസിസിന്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായുള്ള റിഹേഴ്സൽ അദ്ദേഹത്തിന് സുരക്ഷാ കവചമൊരുക്കുന്ന സ്വിസ് ഗാർഡുകൾ നടത്തിയതായി സ്വിസ് പത്രമായ ബ്ലിങ്ക് റിപ്പോർട്ട് ചെയ്തു. താൻ ന്യൂമോണിയയെ അതിജീവിക്കില്ലെന്ന് മാർപ്പാപ്പ പറഞ്ഞതായിട്ടായിരുന്നു റിപ്പോർട്ട്. തന്റെ കല്ലറ നേരത്തെ തയ്യാറാക്കിയതായി പോപ്പ് ഫ്രാൻസിസ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. അതിനിടെ മാർപ്പാപ്പയുടെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി. അല്പം സങ്കീർണമായ അണുബാധയാണുള്ളതെന്നും കൂടുതൽ ദിവസം ആശുപത്രിവാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടിയും റദ്ദാക്കി. ഞായറാഴ്ച കുർബാനയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാൾ കാർമ്മികനാകും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജന്മനാടായ അർജന്റീനയിൽ പുരോഹിത പഠനത്തിനിടെ 20കളുടെ തുടക്കത്തിൽ മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു. അനാരോഗ്യം ബാധിച്ചിരുന്ന മാർപ്പാപ്പയെ 2023 മാർച്ചിൽ ബ്രോങ്കൈറ്റിസ് ആണെന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ന്യൂമോണിയാണെന്ന് കണ്ടെത്തി. പിന്നീട് ജൂണിലും 2024 ഫെബ്രുവരിയിലും ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2021 ജൂണിൽ അദ്ദേഹത്തിന് വൻകുടൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. റോമിലെ ഏറ്റവും വലിയ ആശുപത്രിയായ പോളിക്ലിനിക്കോ അഗസ്റ്റിനോ ജമല്ലിയിൽ മാർപ്പാപ്പയ്ക്കായി ക്രമീകരിച്ച പ്രത്യേക സ്യൂട്ടിലാണ് പാപ്പയ്ക്ക് ചികിത്സ ഒരുക്കിയിരിക്കുന്നത്. ഇതിനിടെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പാപ്പയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനാ ആശംസകൾ നേർന്നു. തങ്ങളുടെ സാമീപ്യം അറിയിച്ചും കത്തുകളും ചിത്രങ്ങളും വത്തിക്കാനിലേക്ക് അയക്കുന്നത് തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ അദ്ദേഹത്തിന് ഇപ്പോൾ നേരിയ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. കടുത്ത ശ്വാസകോശ തടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ചത്. അതിന് പിന്നാലെയാണ് ആരോഗ്യം മോശമാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പുരോഗതിയുണ്ട്.